റോമാക്കാരുടെ ലേഖനം 4-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ ഒന്ന് വായിക്കാമോ? കോൾ ദോസ് തിങ്സ് വിച്ച് ഡു നോട്ട് എക്സിസ്റ്റ് ആസ് ദോ ദേ എക്സിസ്റ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സംബന്ധിച്ച് അവിടെ സാധനം ഇല്ലാത്ത ഒരു വസ്തുവും ഇല്ലാത്ത അവസ്ഥയിൽ പോലും ദൈവം ആ വസ്തു ഉള്ളതുപോലെയാണ് ദൈവം സംസാരിക്കുന്നത്. ഒന്ന് വായിച്ചേ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനും താൻ വിശ്വസിച്ചവനുമായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകുന്നു. ഇല്ലാത്തത് ഉള്ളതുപോലെ വിശ്വസിച്ച അല്ലേ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ദൈവം ഇല്ലാത്ത ഒരവസ്ഥയാണ്, അത് ഇല്ലാത്തത് ഉള്ളതുപോലെ ദൈവം വിളിക്കുകയാണ്. പറ്റുന്നതെന്ന് വെച്ചാൽ ദൈവം വിളിക്കുമ്പോൾ തന്നെ ആ ഇല്ലാത്തത് ഉണ്ടാകുകയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഇല്ലാത്ത അവസ്ഥയാണ്, ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയാണ്. ദൈവം അത് വചനം കൊണ്ട് സംസാരിക്കുമ്പോൾ ആ വചനം അനുഗ്രഹമാകുന്നത് അവിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉള്ള അവസ്ഥയിലേക്ക് വരികയാണ്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്? ആം ഐ ഗെറ്റിംഗ് ത്രൂ? സോ ഹി ക്രിയേറ്റ്സ് തിങ്സ് ഔട്ട് ഓഫ് നത്തിങ് ബിക്കോസ് ഓഫ് ദ സ്പോക്കൺ വേർഡ്. ബിക്കോസ് ആ വചനം സംസാരിക്കുമ്പോൾ ഇല്ലാത്തത് ഉണ്ടാകുകയാണ്, ഇല്ലാത്തത് ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് എഫിഷ്യൻസ് 3-ാമത്തെ അധ്യായം 20-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട്, ആൻഡ് ടു ഹിം ഹു ഈസ് ഏബിൾ ടു ഡു എക്സീഡിംഗ്ലി അബണ്ടന്റ്ലി മച്ച് മോർ ദാൻ വി കൻ ആസ്ക് ഓർ തിങ്ക് അക്കോർഡിംഗ് ടു ദി പവർ ദാറ്റ് വർക്ക്സ് ഇൻ us. അക്കോർഡിംഗ് ടു ദി പവർ ദാറ്റ് വർക്ക്സ് ഇൻ us. ആ ഒരു ശക്തിയാണ്. ആ ശക്തി എവിടെ നിന്നാണ് വരുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. ഇറ്റ് ഗിവ്സ് യു ദി എബിലിറ്റി ടു ഹാവ് ദി എംപവർമെന്റ് ടു ഗെറ്റ് തിങ്സ് ഡൺ. ദൈവത്തിൻ്റെ വചനം ഗിവ്സ് യു ദി എബിലിറ്റി to have the empowerment to get things done. എന്ന് വായിച്ചേ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം സമൃദ്ധിയായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും സകല തലമുറകളിലും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. അപ്പം the word of God gives you the empowerment to get the ability to get things done. ആക്ച്വലി ഒരു ദേവദാസൻ അത് വളരെ വ്യക്തമായി നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗോഡ്സ് എബിലിറ്റി ടു ഗിവ് യു ദി എബിലിറ്റി ടു മേക്ക് യു ഡു തിങ്സ് യു കുഡ് നോട്ട് ഡു ബൈ യുവർ എബിലിറ്റി എലോൺ ബിഫോർ ഹിസ് എബിലിറ്റി ഷോഡ് അപ്പ്. Hallelujah, hallelujah. I'll just read it once more. So beautiful. It says God's ability to give you ability. That is the word of God. The word of God is God's ability to give you ability to make you do things you could not do by your ability alone before his ability showed up. Hallelujah, hallelujah. It's so beautifully put. So it gives you an ability which is equal to God's ability. Hallelujah. Because when he gives you his ability, then you are operating in you're not operating in your ability, you're operating in his ability. And his ability, when he says let it be, it happens. Are you with me? When he says let there be light, light comes. So it is not my ability, it is not your ability, but it is his ability. That is the word of God. That is the power of the word of God. When God said let there be light, there was light. If he gives you the ability to say let there be light, there will be light. You must believe that. Because it is his word, it is his seed which produces fruit. That is the word. That is why it says, and he is able to do exceedingly abundantly much more than you can ask or think according to the power. That power is his ability. Where is it found? In the word of God. His ability is avante shakti, avante kazhivu evideyana? ദൈവത്തിൻ്റെ വചനത്തിലാണ്. That is a seed. So once you are able to sow the seed, then you will find the tree has to bear fruit. Hallelujah. So നമ്മളിവിടെ കാണുന്നത് ഹിസ് ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഹിസ് ഗ്ലോറി. അതാണ് കാണുന്നത്. ആ ഗ്ലോറി എവിടെ നിന്നാണ്? വചനത്തിൻ്റെ മഹത്വമാണ്. അപ്പോൾ അനുഗ്രഹം, ഒരിക്കൽ കൂടെ പറയുകയാണെങ്കിൽ അനുഗ്രഹം ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ കാണുന്നതെല്ലാം ആ വചനത്തിൻ്റെ മഹത്വമാണ്. The word became flesh and dwelt amongst us, and we beheld his glory. We beheld his glory. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വചനമാണ് അനുഗ്രഹം. നമ്മൾ കാണുന്നത് ആ വചനത്തിൻ്റെ മഹത്വമാണ് നമ്മൾ കാണുന്നത്. We beheld his glory, the glory of the only begotten Son of God. കാരണം നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും വിചാരിച്ചോ, ഇവിടെ ഞാനൊരു മണി അടിക്കുകയാണ്, ടിങ് 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 മണി അടിക്കുകയാണ്. മണി അടിച്ചത് ഞാൻ ഈ മണി എടുത്ത് ഇങ്ങനെ അടിക്കുമ്പോൾ അതാണ് മണി അടിക്കുന്നത്.
പക്ഷെ ആ മണി അടിച്ചതുകൊണ്ട് ഒരു സ്വരം കേട്ടു. ആ സ്വരം മണി അടിച്ചതിൻ്റെ ഫ്രൂട്ടാണ്. അടിച്ചതെന്താണ്? മണി. ടിങ് ടിങ് ഞാൻ ഇങ്ങനെ ആക്കിയപ്പോൾ ഒരു സ്വരം കേട്ടു. പക്ഷെ നമ്മൾ പലപ്പോഴും ആ സ്വരത്തെയാണ് മണി അടിച്ചെന്ന് പറയുന്നത്, അല്ലേ? ആ സ്വരമല്ല മണി അടിച്ചത്. ഞാൻ ആ മണി, ആ ബെല്ല് ഇങ്ങനെ ആക്കിയപ്പോൾ ഒരു സ്വരം വന്നു. ആ സ്വരം നിങ്ങൾ കേട്ടു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഞാൻ ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ ആക്കി. അതിൻ്റെ ഫലം, അതിൻ്റെ ഗ്ലോറി, അതിൻ്റെ മാനിഫെസ്റ്റേഷനാണ് ഒരു സ്വരം കേട്ടത്. അപ്പോൾ സ്വരമല്ല മണി അടിച്ചത്, ദാറ്റ് ഇസ് സൗണ്ട്. പക്ഷെ മണി അടിച്ചത് കുലുങ്ങുന്നതാണ്. അതുപോലെയാണ് ദൈവത്തിൻ്റെ വചനം. നമ്മൾ കാണുന്ന ഒരു അവസ്ഥ. ചിലപ്പോൾ വിചാരിച്ചു ഒരു വ്യക്തിക്ക് അസുഖമായിരുന്നു, പ്രാർത്ഥിച്ചു, ഒരു സൗഖ്യം കിട്ടി. ആ സൗഖ്യമല്ല അനുഗ്രഹം. ദൈവത്തിൻ്റെ വാഗ്ദാനം, അവൻ്റെ അടിപ്പിണാൽ സൗഖ്യം കിട്ടിയിരിക്കുന്നു, അതാണ് അനുഗ്രഹം. അതിൻ്റെ ഫലമാണ് നമ്മൾ കാണുന്നത്, ഒരു സൗഖ്യം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ നല്ല ഭയങ്കര കാറ്റാണെന്ന് ചോദിച്ചു. മരങ്ങളൊക്കെ കിടന്ന് ആടുകയാണ്. അപ്പോൾ എന്തു പറയും? ഭയങ്കര കാറ്റാണ്. ആ മരങ്ങൾ ആടുന്നതല്ല കാറ്റ്, അത് കാറ്റിൻ്റെ മാനിഫെസ്റ്റേഷനാണ് മരം ആടുന്നത്. ഹലോ, നമ്മൾ മരം, നല്ല മഴ പെയ്യുകയാണ്, നല്ല കാറ്റുണ്ട്, അപ്പോൾ മരം ആടുമ്പോൾ നമ്മൾ ഭയങ്കര കാറ്റാണ്. പക്ഷെ അതല്ല കാറ്റ്. കാറ്റ് നമ്മൾക്ക് എവിടെ നിന്ന് വന്നു എവിടെ നിന്ന് പോയെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ കാറ്റുണ്ടായിരുന്നത് കൊണ്ട് മരം ആടുകയാണ്. അപ്പോൾ എന്താണ് കാറ്റ്? കാറ്റ് മരമല്ല, കാറ്റ് മരം ആടുന്നതുമല്ല. മരം ആടുന്നത് കാറ്റ് വന്നത് കൊണ്ടാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സും നമ്മൾ പലപ്പോഴും അതിൻ്റെ മാനിഫെസ്റ്റേഷൻ, അല്ലെ അതിൻ്റെ റിസൾട്ടായിട്ടാണ് നമ്മൾ ഈക്വേറ്റ് ചെയ്യുന്നത്. ഒരു സൗഖ്യം കിട്ടുമ്പോൾ അവൻ ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടവനാന്ന് പറയും. അല്ലെങ്കിൽ അവന് കുറേ സാമ്പത്തിക മേഖലയിൽ വലിയ നേട്ടമുണ്ടാകുമ്പോൾ അവന് ഭയങ്കര അനുഗ്രഹം കിട്ടി. അത് അനുഗ്രഹമല്ല, അത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഫലമാണ് കാണുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം വചനത്തിലാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു ഹല്ലേലൂയ പറ. I hope you are taking it in your spirit, because this should change you totally. ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളുടെ വചനത്തോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മാറണം. പലപ്പോഴും നമ്മൾ ഈ ലൗകിക തരത്തിൽ തൊട്ടും നക്കാനും പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ. ഒരാൾ പറഞ്ഞില്ലേ, ഞാൻ തൊടാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്നൊക്കെ. അങ്ങനെ കാണുന്ന, ജഡത്തിൽ കാണുന്ന കാര്യങ്ങളുമാണ് അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നത്. പ്രിയപ്പെട്ടെ, അനുഗ്രഹം ദൈവത്തിൻ്റെ വചനത്തിലാണ്. ആ വചനം വിശ്വസിച്ച് പ്രാപിക്കുന്നത് ആ അനുഗ്രഹത്തിൻ്റെ ഫലമാണ്, അനുഗ്രഹത്തിൻ്റെ മഹത്വമാണ്, അനുഗ്രഹത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ അനുഗ്രഹം എന്താണെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ വി ഹാവ് എ സ്റ്റോർ ഹൗസ് ഓഫ് ബ്ലെസ്സിങ്സ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് കിട്ടിയ, ചിലപ്പോൾ ഒരു കാറില്ലാത്ത, മോട്ടോർ സൈക്കിളിൽ നടന്ന വ്യക്തി കുറേയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ചിലപ്പോൾ ഒരു കാറ് കിട്ടുമായിരിക്കും. ആ കാറല്ല അനുഗ്രഹം. വീടില്ലാത്ത വ്യക്തിക്ക് ചിലപ്പോൾ ഒരു വീടുണ്ടാകും, അതല്ല അനുഗ്രഹം. ജോലി ഇല്ലാത്ത വ്യക്തിക്ക് ഒരു ജോലി കിട്ടിക്കാണും, അതല്ല അനുഗ്രഹം. അനുഗ്രഹം ദൈവത്തിൻ്റെ വചനമാണ്. ഇതെല്ലാം വാഗ്ദാനം ചെയ്ത് ആ വചനമാണ്, ആ ഉടമ്പടിയാണ് അനുഗ്രഹം. എനിക്ക് കിട്ടിയ കാറോ, എനിക്ക് കിട്ടിയ വീടോ, എനിക്ക് കിട്ടിയ ജോലിയോ, എനിക്ക് കിട്ടിയ എന്തെങ്കിലും ആയിക്കോട്ടെ, സാമ്പത്തിക മേഖലയിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമാണ് കാണുന്നത്. ആ അനുഗ്രഹം എവിടെയാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലാണ്. The word became flesh and dwelt amongst us. The word is a blessing. The word is a blessing. Hallelujah. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ആ അനുഗ്രഹം നമ്മളിൽ വസിക്കുന്നത്. പിന്നെ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനത്തോട് നോക്കുകയാണെങ്കിൽ, 1-2 വചനത്തോട് പോവുകയാണെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 1 മുതൽ 44 വരെ വായിക്കുകയാണെങ്കിൽ, അവിടെ നമുക്കറിയാം, അവിടെ ലാസറസിൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ലാസറസിൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, 4-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, when Jesus heard that, he said, that is, ഇയാൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ, he said that this sickness is not unto death, but for the glory of God, that the Son of God may be glorified through it. അപ്പോൾ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? ലാസറസിൻ്റെ മരണത്തെക്കുറിച്ച്. ലാസറസും യേശുവും ഭയങ്കര സ്നേഹമുള്ള വ്യക്തികളായിരുന്നു. സാധാരണ നമ്മുടെ ഇടയിൽ നമ്മുടെ സ്നേഹിതൻ മരിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? നമ്മൾ വളരെ സങ്കടപ്പെടുമില്ലേ? പക്ഷെ ഇവിടെ യേശുക്രിസ്തു സങ്കടപ്പെട്ടില്ല. സങ്കടപ്പെട്ട മാത്രമല്ല, വചനം 6-ാമത്തെ വചനം പറയുന്നത്, ഇത് കേട്ടപ്പോൾ 2 ദിവസം കൂടെ കൂടുതൽ താമസിച്ചെന്ന. ഹലോ അല്ലേ? സാധാരണ നമ്മുടെ വളരെ സ്നേഹിതൻ, ഒരു സുഹൃത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളതൊക്കെ അവിടെ അപ്പം തന്നെ ഇട്ടിട്ട് നമ്മൾ ഓടും, ഇല്ലേ? സുഹൃത്തിൻ്റെ കൂടെ ആകുവാനായിട്ട്, അവരുടെ ബന്ധുമിത്രാദികളുമായിട്ട് അവരുടെ ദുഃഖം പങ്കുവയ്ക്കുവാനായിട്ട്, അവരെ ആശ്വസിപ്പിക്കുവാനൊക്കെ ആയിട്ട് അവർ പോകും. പക്ഷേ യേശുക്രിസ്തു എന്താ ചെയ്തത്? വചനം പറയുന്നത് 2 ദിവസം കൂടെ താമസിച്ചു. എനിക്ക് തോന്നുന്നത് പേർപ്പസായിട്ട്
കരുതിക്കൂട്ടിയാണ് 2 ദിവസം കൂടെ താമസിച്ചത്. ഹല്ലേലൂയ. കരുതിക്കൂട്ടിയാണ് 2 ദിവസം കൂടെ യേശു താമസിച്ചത്. ഒന്ന് വായിച്ചേ 4ഉം 6ഉം. യേശു അത് കേട്ടിട്ട്, ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവത്തിന്റെ മഹത്വത്തിനും അതിലൂടെ ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പം യേശു 6-ാമത്തെ, അവൻ രോഗിയായി കിടക്കുന്നു എന്ന് കേട്ടിട്ടും താൻ അന്ന് ആയിരുന്ന സ്ഥലത്ത് അവൻ 2 ദിവസം കൂടി പാർത്തു. 2 ദിവസം കൂടെ പാർത്തിട്ടെങ്കിൽ, കാരണം ഇതൊന്നേ എല്ലാവർക്കും മനസ്സിലാക്കാം. കാരണം മറ്റേത് പറയും ഇവനൊന്ന് ബോധക്ഷയം വന്നേ ഉള്ളൂ, അപ്പോൾ യേശു ക്രിസ്തു വന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ തളിച്ചു, ഒരു സോഡയൊക്കെ കൊടുത്തു, എന്നിട്ട് അവൻ എഴുന്നേറ്റെന്ന് പറയും. ഇത് മരിച്ച് അവനെ കല്ലറയില്ല അടക്കിയിട്ടേ പോകുള്ളൂ എന്നുള്ളത്. കാരണം ഒരു ഇർറിഫ്യൂട്ടബിൾ ഒരു പ്രൂഫ് ഉണ്ടാകാൻ വേണ്ടി. അല്ലെങ്കിൽ ആൾക്കാർ കളിപ്പീര് പറയും, പല കാര്യങ്ങൾ പറയും. ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, വേറൊരു സ്ഥലത്ത് ഒരു മകൾ മരിച്ചെന്ന് പറഞ്ഞ് യേശു ക്രിസ്തു പറഞ്ഞ് അവൾ ഉറങ്ങുകയാണ് അല്ലേ. അപ്പോൾ അവരെ യേശു ക്രിസ്തുവിനെ കുറേ കളിയാക്കി. അപ്പോൾ ഇവിടെ ഈ വാണ്ടഡ് കൺക്ലൂസീവ് പ്രൂഫ് ദാറ്റ് ഹി വാസ് ഡെഡ്. അതുകൊണ്ടാണ് 2 ദിവസം കൂടെ വെച്ചത് എന്ന് വേണം ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ 2 ദിവസം കൂടെ നിന്ന് കഴിഞ്ഞിട്ടാണ് യേശു ക്രിസ്തു അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷേ നേരത്തെ എന്താ പറഞ്ഞത്? ഈ അസുഖം, ഈ രോഗം മരണത്തിലേക്ക് നയിക്കുന്നതല്ല, അതിനുപരി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ച് പറയുകയാണ്. ആ മഹത്വം എവിടെ നിന്ന് വരുന്നത് നമുക്ക് കാണാം. 15-ാമത്തെ വചനം വായിച്ചേ. ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുവാൻ ഇത് കാരണമാകുമല്ലോ. എന്നാൽ നമുക്ക് അവന്റെ അടുക്കലേക്ക് പോകാം. And I am glad for your sakes that I was not there, that you may believe. കാരണം പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയും അത് എന്ത് ചെയ്യുവാൻ പറ്റും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വഴിയാണ് നമ്മൾക്ക് വിശ്വാസം വരുന്നത്. അപ്പോൾ യേശു തന്നെ പറയാണ്, ഞാൻ അവിടെ ഇല്ലായിരുന്നത് ഒരു തരത്തിൽ ഭാഗ്യമാണ്, കാരണം നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ 40-ാമത്തെ വചനം വായിച്ചേ. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്നും ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നത് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. കാരണം ദൈവത്തിന്റെ വചനം മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 29-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ വിശ്വസിച്ച അനുസരിച്ച് നിനക്ക് സംഭവിക്കട്ടെ. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരു ഇൻഗ്രീഡിയന്റ് എന്താണ്? വിശ്വാസം. ഒരു വിശ്വാസത്തിന്റെ അന്തരീക്ഷത്തിലായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. 41-ാമത്തെ വചനം വായിച്ചേ. അവർ കല്ല് നീക്കി യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞത്, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ. അപ്പം പിതാവായ ദൈവത്തിന് ഒരു അപേക്ഷ കൊടുത്തു. ആ അപേക്ഷയാണ് അവിടെ വന്നിരിക്കുന്ന വചനം വരുന്നുണ്ട്. അത് ദൈവം ഒരു പിതാവായ ദൈവത്തിന് ഒരു അപേക്ഷ കൊടുത്തത് കേട്ടതിന്. ലാസറസ് അപ്പോഴത്തേക്ക് ഇറങ്ങി വന്നിരുന്നോ? അവിടെ കല്ലറയിൽ ഇങ്ങനെ കെട്ടിയിരിക്കുകയായിരുന്നു. പക്ഷേ യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? നീ കേട്ടതിനെ ഓർത്ത്. സോ ഹി വാസ് സോ കോൺഫിഡൻറ്റ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ ഈ കോൺഫിഡൻസ് വേണം, ഈ ആത്മധൈര്യം വേണം. അത് പ്രാപിക്കാതെ തന്നെ പറഞ്ഞു, നീ കേട്ടതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ നന്ദി പറയുന്നത് എപ്പോഴാണ്? കൈ കിട്ടി പോക്കറ്റിലിട്ട് കഴിഞ്ഞിട്ടാണ് ദൈവത്തെ നന്ദി പറയുന്നത്. ഹലോ. പക്ഷേ ഇവിടെ കാണാത്തത്, അപ്പോൾ ഹി ന്യൂ ഇറ്റ് ഇസ് പോസിബിൾ. കാരണം ദൈവത്തിൻ്റെ വചനം മാറാത്ത വചനമാണ്. യേശു ക്രിസ്തുവിന് ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു, സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രാർത്ഥിച്ചാൽ കേൾക്കും ഒരു ദൈവമാണ് പിതാവായ ദൈവമെന്ന്. 42 വായിച്ചേ. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എപ്പോഴുമാണ്? ചിലപ്പോൾ അല്ല, എപ്പോഴും എന്ന് പറഞ്ഞ എപ്പോഴും കേൾക്കുന്നവൻ. ബാക്കി എങ്കിലും നീ എന്നെ അയച്ചുവെന്ന് ചുറ്റും നിൽക്കുന്ന ജനക്കൂട്ടം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം, അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ദൈവം യേശു അവിടെ അനുഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹം 43-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. Now when he had said these things, he cried out with a loud voice, and this is the അനുഗ്രഹം, Lazarus come out. Lazarus come out. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. അപ്പോൾ ആ അനുഗ്രഹം ഫലം പുറപ്പെടുവിച്ചു. 45-ാമത്തെ വചനം പറയുന്നുണ്ട്, ആ വചനത്തിൻ്റെ മഹത്വം, ലാസറസ് came out. ലാസറസ് came out. അപ്പോൾ അനുഗ്രഹം എന്തായിരുന്നു? ലാസറസ് പുറത്തു വന്നാണോ? ആണോ? അല്ല. അനുഗ്രഹം 44-ാമത്തെ വചനത്തിൽ യേശു പറഞ്ഞു, ലാസറസ് come out. അതായിരുന്നു അനുഗ്രഹം. അനുഗ്രഹത്തിൻ്റെ ഫലം, ആ വചനത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ, അല്ല വചനത്തിൻ്റെ മഹത്വം എന്തായിരുന്നു? ലാസറസ് came out. അപ്പോൾ ലാസറസ് കമ്മിങ് ഔട്ട് ഇസ് നോട്ട് ദ ബ്ലെസ്സിങ്. യേശു ക്രിസ്തു ലാസറസ് കം ഔട്ട് എന്ന് പറഞ്ഞതാണ് ബ്ലെസ്സിങ്. ഒന്ന് വായിച്ചേ 44, 43, 45. ഇങ്ങനെ പറഞ്ഞ ശേഷം
അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈയും കാലും മതി. അപ്പോൾ ഇവിടെ വളരെ അടുത്തടുത്ത് കാണാം. The blessing is Lazarus come out. The manifestation of the glory of that word is Lazarus came out. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് മുറുകെ പിടിച്ച് നമ്മൾക്ക് കാര്യങ്ങൾ കിട്ടുമ്പോൾ കിട്ടുന്ന കാര്യമല്ല അനുഗ്രഹം. നമ്മൾ മുറുകെ പിടിച്ച വചനമാണ് അനുഗ്രഹം. മുറുകെ പിടിച്ച് വിശ്വസിച്ച വചനമാണ് അനുഗ്രഹം. ആ അനുഗ്രഹത്തിന്റെ ഫലമാണ് നമ്മൾ നേടിയെടുത്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഓരോ കാര്യങ്ങൾ. മനസ്സിലാകുന്നുണ്ടല്ലോ? ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം ഒരു ശതാധിപന്റെ, ഒരു സെഞ്ചൂറിയന്റെ ഒരു ഭൃത്യൻ, ഒരു സെർവൻറ്റിന് അസുഖമായിരുന്നു അല്ലേ? അവിടെ നമുക്ക് മനസ്സിലാക്കാൻ ചില പ്രിൻസിപ്പിൾസ്, ഡിവൈൻ കിങ്ഡം പ്രിൻസിപ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. 7-ാമത്തെ വചനം വായിക്കാവോ? ലൂക്ക 7:7. അതുകൊണ്ട് 7:6 യേശു അവരോട് കൂടെ പോയി വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപന്റെ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു പറയിച്ചത്, കർത്താവെ, പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ വീട്ടിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല. അതുകൊണ്ട് നിന്റെ അടുക്കലേക്ക് വരുവാൻ ഞാൻ യോഗ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ദാസന് സൗഖ്യം വരും. അപ്പോൾ എന്താ ചെയ്തത്? അവൻ പറഞ്ഞു, Lord, I am not worthy that you should enter under my roof, but only say the word. Only say the word. അപ്പോൾ ആ അനുഗ്രഹം, അവൻ ആഗ്രഹിച്ച അനുഗ്രഹം എന്താണ്? അവൻ പറഞ്ഞില്ല എൻ്റെ സുഖപ്പെടുത്തണമെന്ന്. അവൻ പറഞ്ഞു ഇങ്ങനെ സുഖമില്ല. അപ്പോൾ അവനിൽ നിന്ന് ആവശ്യപ്പെട്ടത് എന്താണ്? മരുന്നല്ല, ഒന്നുമല്ല, ഒരു വചനമാണ് അവൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം എന്തായിരുന്നു? വചനമായിരുന്നു. ആ വചനമാണ് യേശു ക്രിസ്തുവിൽ നിന്ന് അവൻ ആഗ്രഹിച്ചത്, ഒരു വചനം. But only say the word and I shall be healed. And only say the word, and my servant shall be healed. Only say the word and my servant shall be healed. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് വേണ്ടത് ആ അനുഗ്രഹമാകുന്ന വചനമാണ്. അനുഗ്രഹമാകുന്ന വചനമാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ വചനം നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമ്മൾക്ക് സൗഖ്യം കിട്ടും, നമ്മൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും വിടുതൽ കിട്ടും, ഏതെങ്കിലും എന്ത് ബന്ധനത്തിലാണെങ്കിലും അതിൽ നിന്ന് മോചനം കിട്ടും, നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുപ്പുണ്ടാകും. അതെല്ലാം ദൈവം വാഗ്ദാനം ചെയ്ത ആ വചനത്തിൻ്റെ ഫലമാണ്, ആ വചനത്തിൻ്റെ മഹത്വമാണ്, വചനത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ അനുഗ്രഹം എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്. കാരണം നമുക്കറിയാം ആ വചനം നിസ്സാര കാര്യമല്ല. കാരണം അവൻ പറയുന്നുണ്ട്, ഐ എം ഓൾസോ മാൻ അണ്ടർ അതോറിറ്റി. അവന് അധികാരം, അവൻ ദിവസം തോറും അധികാരം അതിൽ പ്രയോജിക്കുന്ന ഒരു വ്യക്തിയാണ്. He says, I tell to my servant to go and he goes. I tell him to come and he comes. I tell him to do this and he does. പറയാണ്, അവനോട് ഞാൻ എൻ്റെ വൃത്തിനോട് പറയുകയാണ്, പോവും, വരാൻ പറഞ്ഞാൽ വരും, ഇത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. അപ്പോൾ അവന് അധികാരം എന്താണെന്ന് അറിയാമായിരുന്നു. ആ അധികാരം അവനത് മനസ്സിലാക്കാൻ പറ്റി. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് അവൻ്റെ ഭൃത്യൻ്റെ ആ അസുഖത്തിൻ്റെ മുകളിലും അധികാരമുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എന്ന് പറഞ്ഞാൽ ആ അസുഖം പോകും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പോകും. അപ്പോൾ പോകുന്നു പറയുന്നതാണ് അനുഗ്രഹം. പോകുന്നത് ആ അനുഗ്രഹത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ, ഗ്ലോറിയാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു ഹല്ലേലൂയ പറയൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനമാണ് ഏത് സാഹചര്യത്തിലും നമ്മൾക്ക് അധികാരം തരുന്നത്. നമ്മൾക്ക് ഏത് സാഹചര്യത്തിലും അനുഗ്രഹം തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ അധികാരത്തിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ആ അധികാരം പ്രയോജിച്ചതിൻ്റെ ഫലമാണ്. അല്ലാതെ ഫലമല്ല അധികാരം. ആ വചനം പ്രയോജിച്ച വചനം, അല്ലെ മുറുകെ പിടിച്ച് വിശ്വസിച്ച വചനമാണ് അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം. അതിൽ നിന്ന് കിട്ടുന്ന, നമ്മൾ പ്രാപിക്കുന്ന ഓരോ കാര്യങ്ങൾ, അത് ആ അധികാരം, ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആ അധികാരം അല്ലെങ്കിൽ ആ അനുഗ്രഹം ഉപയോഗിച്ച് നമ്മൾ കിട്ടുന്ന കാര്യങ്ങൾ ആ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ വചനത്തിൻ്റെ ഫലമാണ്. ദിസ് ഇസ്, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പല വ്യക്തികളും ആഗ്രഹിക്കുന്ന എന്താണ്? ആ ദൈവത്തെ പൂർണ്ണമായിട്ട് തേടാതെ ആ അധികാരം സ്വീകരിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം എഫിഷ്യൻസ് 1-ാമത്തെ അധ്യായം 20-21 വചനങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം യേശു ക്രിസ്തുവിനെ ദൈവം എവിടെയാണ് ഇരുത്തിയിരിക്കുന്നത് എന്നുള്ളത്. എല്ലാ ആധിപത്യത്തിൻ്റെയും നാമത്തിൻ്റെയും ഹീസ് അബവ് ഓൾ പ്രിൻസിപ്പാലിറ്റി ആൻഡ് പവർ ആൻഡ് ഡൊമീനിയൻ ആൻഡ് മൈറ്റ് ആൻഡ് നെയിം ദാറ്റ് ഇസ് നെയിംഡ്. എല്ലാത്തിൻ്റെയും മുകളിലാണ് യേശു ക്രിസ്തു ഇരിക്കുന്നത്. പിന്നെ എഫിഷ്യൻസ് 2-ാമത്തെ അധ്യായം പറയുന്നത് നമ്മളും അവൻ്റെ കൂടെ തന്നെ സ്വർഗീയ ഇടങ്ങളിൽ അവനോട് കൂടെ ഇരിക്കുകയാണ്.
അപ്പോൾ നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരം എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ആ അധികാരം എക്സസൈസ് ചെയ്യേണ്ടത്. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട് അല്ലേ, എല്ലാ അധികാരം സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരം എനിക്ക് കിട്ടിയിരിക്കുകയാണ്, ഞാൻ അതുകൊണ്ട് നിങ്ങളെ അയക്കുകയാണ്. ഗോ യീ ദെയർഫോർ. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അതേ അധികാരമാണ്. അതേ അധികാരമാണ് നമ്മൾ കൂട്ടവകാശികളാണെന്ന് റോമാർക്കോസ് ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. നമ്മൾ യേശുവുമായിട്ട് കൂട്ടവകാശികളാണ്. വി ആർ co-heirs with Christ. അപ്പോൾ യേശു ക്രിസ്തു എന്ത് അധികാരം, എന്ത് ആധിപത്യമാണ് യേശുവിനുള്ളത്, അതേ അധികാരവും ആധിപത്യവും എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ വചനത്തിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നാണ്? വചനത്തിലൂടെ എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന അധികാരമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഹലോ. അപ്പോൾ എനിക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആ യേശു ക്രിസ്തുവിന്റെ വചനത്തിലൂടെ ആ അസുഖം മാറുവാൻ പറയുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. അത് പറഞ്ഞ് അസുഖത്തിൽ നിന്ന് എനിക്കൊരു മോചനം, ഒരു വിടുതൽ അല്ലെങ്കിൽ ഒരു സൗഖ്യം കിട്ടുന്നതാണ് ആ വചനത്തിൻ്റെ ആ സീഡ്, ആ വിത്തിൻ്റെ, വചനമാകുന്ന വിത്തിൻ്റെ ഫലം ആണ് എനിക്ക് കിട്ടുന്ന സൗഖ്യം. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന സൗഖ്യമല്ല അനുഗ്രഹം, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആ അധികാരം, വചനത്തിലൂടെ ഉള്ള അധികാരമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. Hallelujah. Hallelujah. I hope you are taking it in the spirit. Hallelujah. കാരണം ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നത് നമ്മൾ ഒരു വൃക്ഷം പോലെ ആയിരിക്കണം. ആ ദൈവത്തിൻ്റെ യു മസ്റ്റ് ബി അറ്റാച്ച്ഡ് ടു ഗോഡ്. ആ ദൈവത്തിൽ നിന്ന് നമ്മൾ എല്ലാ ദിവസവും ദൈവത്തിൽ നിന്ന് നമ്മൾ വി മസ്റ്റ് ബി ഡ്രോയിങ് എ നറിഷ്മെന്റ് ഫ്രം ഗോഡ്. ഒന്ന് വായിച്ചേ സങ്കീർത്തനം 1:3. A tree planted by the rivers of water. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പോൾ അവൻ നട്ടിരിക്കുന്നത് എന്താണ്? ആറ്റരിയിലാണ്. ഈസ് ബൈ ദ റിവേഴ്സ് ഓഫ് വാട്ടർ. ഒരിക്കലും അവിടെ ക്ഷാമം ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ വചനത്തിന് ഒരു ക്ഷാമവും ഉണ്ടാകുകയില്ല. അവൻ എപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്നവനായിരിക്കും. അവൻ ചെയ്യുന്നതെല്ലാത്തിലും അവന് വിജയമുണ്ടാകും. ഹീൽ പ്രോസ്പർ ഇൻ ഓൾ തിങ്സ് ആണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പക്ഷേ പലയിടങ്ങളിൽ നിന്ന് ആ മരമാകാതെ അവർ ഫലം തേടുകയാണ്. ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് വിതയ്ക്കാതെ അവർ കൊയ്ത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടൊരു ബന്ധമില്ലാതെ ദൈവത്തിൻ്റെ ഫലം അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, അത് ദൈവത്തിൻ്റെ സമയത്താണ് ആ ഫലം പുറപ്പെടുവിക്കുക. ഇന്ന് നട്ടാൽ നാളെ കൊയ്യാൻ പറ്റുകയില്ല. ഓരോന്നിനും അതിൻ്റേതായ തക്ക സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. അതാണ് ഐസയ പ്രവാചന പുസ്തകം 40-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഹി ഹു വെയിറ്റ്സ് ഓൺ ദ ലോർഡ് വിൽ റിന്യൂ ദിയർ സ്ട്രെങ്ത്. They will rise up with wings like eagles. They will run and not be weary. They will walk and not faint. എന്നാ പറയുന്നത് വായിച്ചേ. കാരണം അവിടെ ദൈവത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽപ്പ്. നമുക്കറിയാം, ഒരു കൃഷിയുമായിട്ട് ബന്ധമുള്ളവർ നമുക്കറിയാം, ഒരു വിത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ആ വിത്ത് പിറ്റേ ദിവസം ഫലമുണ്ടാകുകയില്ല. ആ വിത്ത് അത് മെച്യൂർ ആകണം. അത് ഒരു മെച്യൂരിറ്റിയിലേക്ക് വരണം. അപ്പോഴാണ് അതിൽ നിന്ന് യഥാർത്ഥ ഫലം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കാത്തു നിൽക്കണം ദൈവത്തിൻ്റെ സമയത്തിനും ദൈവത്തിൻ്റെ രീതിക്കും. വായിച്ച്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ചെറുപ്പക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ആ വിത്തിൽ നിന്ന് ഫലം കിട്ടുവാനായിട്ട് നമ്മൾ കാത്തിരിക്കണം. വിശ്വാസത്താൽ കാത്തിരിക്കണം. പലപ്പോഴും എന്താണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന വിത്ത് ഇന്ന് നട്ടാൽ നാളെ കൊയ്യാനായിട്ടാണ് പോകുന്നത്. കിട്ടുകയില്ല. കാരണം ഓരോ വിത്തിനും അതിൻ്റേതായ സമയമുണ്ട്. അത് വളർന്ന് മെച്യൂർ ആകുവാൻ വേണ്ടി അതിനുവേണ്ടി കാത്തു നിൽക്കണം. അതുകൊണ്ട് റോമാർക്കോസ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം പറയുന്നത്, റൈച്ചസ് are reward from they walk. The righteousness of God is revealed from faith to faith, and the just shall walk by faith, shall live by faith. അപ്പോൾ വിശ്വാസത്താലാണ് ദൈവത്തിൻ്റെ നീതി വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വെളിപ്പെടുത്തി കിട്ടുകയാണ്. നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം പറയുന്നുണ്ട്, നീതിമാൻ നടക്കുന്നത് കാഴ്ചയിലൂടെ അല്ല, വിശ്വാസത്തിലൂടെ. The just shall walk by faith and not by sight. അവൻ കാണുന്നതല്ല. കാരണം അവനറിയാം ദൈവത്തിൻ്റെ വചനത്തിൽ വളരെയധികം ശക്തിയുണ്ട്. കാണുന്നത് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വചനത്തിലൂടെ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാകുവാൻ പറ്റുന്ന ദൈവമാണ്. പറ്റുന്ന ആ കഴിവ് തരുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. പിന്നെ നമ്മൾ മനസ്സിലാക്കണം വേറെ ഒരു സത്യം.
നമുക്ക് ഹല്ലേലൂയ, നമുക്ക് മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ എന്ത് അണ്ടിയാണ് നടേണ്ടത്? മാങ്ങ അണ്ടി നട്ടാലേ മാങ്ങ കിട്ടുകയുള്ളൂ, അല്ലേ? ഈ സത്യം നമുക്ക് ലൗകികതയിൽ അറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ വചനവും നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ജീവൻ്റെ വചനം നട്ടാൽ മാത്രമേ ജീവൻ്റെ ഫലം ഉള്ള വൃക്ഷമുണ്ടാകുകയുള്ളൂ. അല്ലാതെ വിശ്വാസമില്ലാതെ ദൈവത്തിൻ്റെ വചനം നിഷേധിച്ചിട്ട് അങ്ങനെയുള്ള വിത്ത് നട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഫലമൊന്നും, ദൈവം ആഗ്രഹിക്കുന്ന ഫലമൊന്നും കിട്ടുകയില്ല. അപ്പോൾ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മാങ്ങയുടെ അണ്ടി നടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? മാങ്ങ കിട്ടും. ആ മാങ്ങ എന്താണ്? അനുഗ്രഹമാണോ? അല്ല. കാരണം ആ അണ്ടി ഇല്ലാതെ മാവുണ്ടാകുകയില്ല, മാവില്ലാതെ മാങ്ങ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് മാങ്ങ അണ്ടിയുടെ മഹത്വമാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദ മാംഗോ ഈസ് ദ ഗ്ലോറി ഓഫ് ദ മാംഗോ സീഡ്. കാരണം ആ സീഡില്ലാതെ മാവുണ്ടാകുകയില്ല, മാവില്ലാതെ മാങ്ങ ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഫലം എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്തിൽ നിന്നാണ്. ആ വിത്തില്ലാതെ നമുക്ക് ഫലമുണ്ടാകുകയില്ല. കാരണം നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം പറയുന്നത്, and the fruit tree that yields fruit according to its kind, whose seed is in itself on the earth. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വലിയ സത്യം ഇതാണ്. ആ ഒരു വിത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ആ വിത്ത് എന്താണ്? അതേ തരം ഫലമേ ഉണ്ടാകുകയുള്ളൂ. ഇഫ് യു സോ ഇറ്റ് in disbelief, the fruit will also be disbelief. Nothing will happen. ഒന്നും സംഭവിക്കുകയില്ല. അവിശ്വാസത്തിൻ്റെ ഒരു വിത്ത് നട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊയ്യുന്നതും അവിശ്വാസമായിരിക്കും. അതേസമയത്ത് വിശ്വാസത്തിൻ്റെ ഒരു വിത്ത് നട്ടാൽ, വചനം വിശ്വസിച്ച് ഒരു വിത്ത് നട്ടാൽ നമ്മൾ കൊയ്യുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളായിരിക്കും. കാരണം എന്താണ്? വിശ്വാസം വഴിയേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വാഗ്ദാനം അത്. എൻ്റെ വാഗ്ദാനങ്ങളാണ് നിങ്ങളിൽ വസിക്കുന്നത്. എൻ്റെ വാഗ്ദാനം നിങ്ങൾ വസിക്കുമ്പോൾ നിങ്ങൾ സൗഖ്യത്തിൻ്റെ വചനമാണെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കും. കാരണം എൻ്റെ മാറാത്ത വചനമാണ് നിങ്ങളിൽ വസിക്കുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സോ ഇഫ് യു ഓപ്പറേറ്റ് ഇൻ ഗോഡ്സ് എബിലിറ്റി ആൻഡ് നോട്ട് ഓൺ യുവർ എബിലിറ്റി, then nothing is impossible for you, because God's ability അനുസരിച്ച് nothing is impossible for God. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ആ വചനമാണ് അനുഗ്രഹം. 8-ാമത്തെ വചനം വായിക്കുക, അവസാനിക്കാം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അപ്പോൾ എങ്ങനെയാണ്? ഫലം പുറപ്പെടുവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മഹത്വം കാണുകയാണ്. ആ മഹത്വം ആർക്കാണ്? പിതാവായ ദൈവത്തിനാണ് പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലാണ്, ദൈവത്തിൻ്റെ വചനത്തിലാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിവുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഈ വചനം ആര് സ്വന്തമാക്കുന്നു, ഈ വചനം ആര് വിശ്വസിക്കുന്നു, അവർക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവരുടേതാണ്. അത് വിശ്വാസത്താൽ പ്രാപിച്ചാൽ മതി. അതുകൊണ്ട് എനിക്ക് ഒരു സൗഖ്യം കിട്ടാത്തത് ദൈവം എന്നെ അനുഗ്രഹിക്കാത്തത് കൊണ്ടല്ല, ഞാൻ അനുഗ്രഹത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. ഹലോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഞാൻ ജീവിക്കുന്നത് ദൈവം എന്നെ അനുഗ്രഹിക്കാത്തത് കൊണ്ടല്ല, പക്ഷെ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ ഞാൻ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ദൈവം പാർഷ്യലല്ല. ദൈവം മലയാളത്തിൽ നിന്ന് പക്ഷപാതമുള്ളതല്ല. ദൈവം ഹി ലവ്സ് എവ്രി വൺ.